ഗുഡ് ബൈ. രക്ഷപ്പെട്ടു. നീ മുന്നിൽ നിന്ന് കാവ്യം ശ്രീകറുമായി കല്യാണം നടത്തിയ നിന്നെ ഈ ജന്മത്തിൽ ഞങ്ങൾ മറക്കില്ല ലാവണ്യ. നിങ്ങളത് നടത്തി തന്ന ആ നിമിഷം തൊട്ട് നിങ്ങളുടെ അടിമയായിട്ട് പറയുന്നതെല്ലാം കേട്ട് ഞാൻ ജീവിച്ചോളാം. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നിങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടി കൂടെ അല്ലേ? വീട്ടിലെ പെണ്ണിനോട് അനീതി, പുറത്തുള്ളവൾക്ക് പട്ടാഭിഷേകം എന്ന് പറയുമ്പോ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? പുറത്തുനിന്ന് ഒരുത്തി വന്നു കഴിഞ്ഞാ അവള് ഡോമിനേറ്റ് ചെയ്യുമെന്ന് പേടി അല്ലേ ലാവണ്യ? നിങ്ങൾ ശ്രേയസിന്റെ കാര്യം നോക്കിയാ മതി. കാവ്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തോ ചെയ്യാൻ പോയ അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ. എത്തിപ്പോയല്ലോ. കണ്ടുപിടിച്ചോ? ചില സമയങ്ങളിൽ നമ്മുടെ കണ്ണുകൾ വരെ നമ്മൾ വഞ്ചിച്ചു കളയും വസന്ത. ഇതെന്താ നിങ്ങൾ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്? ശ്രീകർ കള്ളം പറയുന്നതാണെന്ന് കരുതി. ശ്രീകർ നല്ല ചെറുക്കനാണ്. അവൻ ചെന്നൈയിൽ തന്നെയാണുള്ളത്, സംശയമില്ല. എങ്ങനെ പറയാൻ പറ്റും? വീഡിയോ കോൾ ടിവിയിൽ സി തമിഴ് ചാനലായിരുന്നു. അപ്പറിയാലോ ചെന്നൈയിലാന്നുള്ള കാര്യം. നിങ്ങളൊരു ബുദ്ധി രാക്ഷസൻ തന്നെ. അയ്യോ, എന്റെ ഭർത്താവിന് എന്തൊരു ബുദ്ധിയാണെന്നോ. നീ എന്താ സിസ്റ്റർ അങ്ങനെ നോക്കുന്നത്? ஒரு பொண்ணு தான் சார் போதை மாத்திரை கலந்து கொடுக்க சொன்னாங்க சார். அவ்வளவுதான் சார். இவளா ராதிகாவின் நிஜ முகத்தை அறிந்து கொள்ளும் பார்த்திபன். എന്താ കാണുന്നേ? സി തമിഴ്. അപ്പോ നമ്മളിപ്പോ ചെന്നൈയിലാണെന്നാണോ? കന്നഡ ചാനലാണെങ്കിൽ കർണാടകയിലാണെന്നാണോ? ഇംഗ്ലീഷ് ചാനലാണെ അമേരിക്കയിലാണെന്നാണോ? അല്ലല്ലോ. അളിയ ഒന്ന് ഉപയോഗിക്കളിയ. ചമ്മി ചപ്പിടിച്ചു പോയല്ലോ. ശ്രീകറിന്റെ അമ്മയുടെ ആരോഗ്യം എത്രയും പെട്ടെന്ന് ശരിയാവണേ. എന്റെ ഏട്ടൻ ഞങ്ങളുടെ കല്യാണക്കാര്യം പെട്ടെന്ന് വീട്ടിൽ പറയണം. എനിക്ക് ആ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റണം. എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ തന്നെ നടക്കണേ അമ്മേ. ആവനി, ആവനി, ആവനി.
ആവനി ആവനി ആ അല്ല നിന്റെ കുളിയൊക്കെ കഴിഞ്ഞോ? അതിന് പൂജ വരെ കഴിഞ്ഞു. ആ നിക്കേട്ടാ, ഞാൻ പോയി കോഫി എടുത്തോണ്ടായി. ഇതാ കോഫി കുടിക്കേട്ടാ. താങ്ക് യു. ഇന്ന് ശ്രാവണ മാസത്തിലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ പൂജയൊക്കെ ചെയ്തു. അതുകൊണ്ടാണോ ഞാനിപ്പോ സാക്ഷാൽ ദേവിയെ കാണുന്നത്? ഏട്ടാ, ഒരു ചെറിയ കാര്യം. ചോദിക്കേ. നവവധു കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വർഷം വരലക്ഷ്മി വ്രതം എടുത്തിട്ട് 9 കല്യാണം കഴിഞ്ഞ കുട്ടികൾക്ക് കാണിക്ക സമർപ്പിക്കണം. ഇപ്പൊ ഞാൻ നമ്മുടെ ആ വീട്ടിലായിരുന്നെങ്കിൽ അതൊക്കെ നടക്കുമായിരുന്നു അല്ലേ? ഈ വർഷം നമുക്കത് എന്തായാലും നടത്താൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്നെ അഷ്ടലക്ഷ്മി അമ്പലത്തിലേക്കൊന്ന് കൊണ്ടുപോകൂ. പൂജയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് വരാം. ചേച്ചിയും ഞാനും എല്ലാ വർഷവും പോവാറുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നിനെ കൊണ്ടുപോകോ പ്ലീസ്? ഇത്രയേ ഉള്ളൂ. ഇതെന്തിനാ റിക്വസ്റ്റ് ചെയ്യുന്നേ? ഞാനിപ്പോ ചെന്നൈയിലാ ഉള്ളതെന്നല്ലേ എന്റെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ ഒരു കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോവാന്ന്. താങ്ക്സ് ഏട്ടാ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കയറിയെന്ന് അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാവനി. എന്നാ പോയി പെട്ടെന്ന് കുളിച്ചിട്ട് വായിട്ടാ. അതിനുള്ളിൽ ഞാൻ റെഡി ആയിട്ട് നിക്കാം. ശരി. നിന്നേ. എന്താ ഏട്ടാ? ഐ ലവ് യു. सुन्दरि माधवि चन्द्र सहोदरि हेममयि मुनिगणवन्दित मोक्षप्रदायिनि मञ्जुळवासिनि वेदनुते पङ्कजवासिनि देवसुपूजित सद्गुणवर्षिणि शान्तियुते. പൂജാരി പറഞ്ഞോളൂ മോളെ. വേദവതിയമ്മ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇതുപോലത്തെ സാമൂഹിക വ്രതങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇല്ല മോളെ, അവർ ഈ അമ്പലത്തിലേക്ക് ഇത് ആദ്യമായിട്ടാ വരുന്നത്. അവരുടെ നാട്ടില് അന്നപൂർണാദേവി കടാക്ഷോത്സവം നന്നായിട്ട് നടത്താറുണ്ടെന്ന് എല്ലാവരും പറയണത് കേട്ടിട്ടുണ്ട്. കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തോ പ്രത്യേക നേർച്ചയുണ്ടത്രേ. അതുകൊണ്ട് കുടുംബസമയം ദാ ഇപ്പൊ വരും. അതാ എത്തിയല്ലോ. നമസ്കാരം പൂജാരി. നമസ്കാരം അമ്മേ. ഏർപ്പാടുകളൊക്കെ പൂർത്തിയായല്ലോ അല്ലേ? ആയിരിക്കണോ അമ്മേ. വ്രതം ചെയ്യാനുള്ള നവവധുക്കളും തയ്യാറാണ്. ശരി, നടക്കും. വന്നോളൂ. നമ്മളെ പോലുള്ളവര് മാൽദീവ്സിലേക്കോ ചിലപ്പോ ദുബായിലേക്കോ ഒക്കെ പോവും. നിങ്ങളെ കെട്ടിയത് മുതല് കൃഷ്ണ രാമ എന്ന് പറഞ്ഞ് വയസ്സായവരെ പോലെ ഈ അമ്പലത്തിൽ തന്നെ കിടന്ന് കറങ്ങുവാ. അയ്യോ, ഫോറിനിലേക്കോ? ബഡ്ജറ്റ് കൂടുതലാടി. നിനക്ക് പനിയോ ജലദോഷമോ വല്ലതും വന്നാ ഹോസ്പിറ്റലിൽ പോലും ഇവൻ കൊണ്ടുപോയില്ലടി നിന്നെ. സത്യവാ. അങ്ങനെ തോന്നുന്നുണ്ടോ അളിയ നിങ്ങൾക്ക്? ആ വ്രതം എന്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് തീർത്തിട്ട് പോകാൻ നോക്കാം. നിങ്ങൾ വാ. വാ, വേഗം വാ.
ആവനി, ഇതിന്റെ മുന്നെങ്ങാനും താൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല ഏട്ടാ. ഈ ക്ഷേത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് ചോദിച്ചേ. അമ്മയോടൊപ്പം ഞാനും ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല. വാ. ഞാൻ ചോദിച്ചുടനെ വേണ്ടെന്ന് പറയാതെ, പറ്റില്ലെന്ന് പറയാതെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നതിന് ഒരുപാട് താങ്ക്സ് ഏട്ടാ. ഞാൻ തന്നെ താലി കെട്ടിയ സമയം തൊട്ടേ താൻ എല്ലാ കാര്യത്തിലും എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുമല്ലേ. നിനക്ക് വേണ്ടി ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ? കൂടാതെ ഈ വ്രതമില്ലേ, അത് പണവും സന്തോഷവും ആഗ്രഹിക്കുന്നവരെക്കാൾ ഉണ്ടല്ലോ. സൗഭാഗ്യം എല്ലാ കാലത്തും നിലനിൽക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഭർത്താവിനായി എടുക്കുന്നതാണെന്നും കേട്ടു. നീ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയും? എല്ലാവരും നിറഞ്ഞ മനസ്സോടെ വ്രതം തുടങ്ങിക്കോളൂ. അമ്മയുടെ ആശീർവാദത്തോടെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം നിറവേറും. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഒഴിച്ച്. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോ, നല്ല ഭർത്താവിനെ കിട്ടും. എന്റെ കിഴങ്ങ ഇവരുടെ കല്യാണം കഴിഞ്ഞതാ. ശരിയാണല്ലോ. വെരി സോറി, എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അമ്മേ, എല്ലാരും ഇരുന്നോളൂ. ഇരുന്നോളാ. ओम श्रीमन्महागणाधिपतये नमो नमः। महालक्ष्मी देवताभ्यो नमः। वाराही देव्यै नमः। മാംഗല്യഗൗരി ദേവതാഭ്യോ നമഃ. മാക്സിമം ഏരിയ എല്ലാം നമ്മളിപ്പോ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പ്ലാൻ എന്താ? കൂടുതൽ ഏരിയ കവർ ചെയ്യണം സുരേന്ദ്ര. മണ്ഡലത്തിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഒന്ന് റൗണ്ട് ചെയ്യുന്നത് നല്ലതാ. അതൊക്കെ ഇനി നമുക്ക് നാളെ നോക്കാം. ഇപ്പൊ നമുക്ക് അഷ്ടലക്ഷ്മി ടെമ്പിളിലേക്ക് പോവാം. അമ്പലത്തിൽ എന്താടാ? എന്റെ അച്ഛൻ ജയിക്കാൻ വേണ്ടി ഇനി മൊട്ടയടിക്കാനാണോ? അതുമല്ലെങ്കിൽ ഇനി എന്താ വല്ലോ അന്നദാനവും നടത്തുന്നുണ്ടോ അവിടെ? നിങ്ങൾ തമാശയായിട്ട് എടുത്തല്ലേ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന പോയിന്റ് കേട്ടോ. അതുവഴി നമുക്ക് എത്ര മൈലേജ് കിട്ടുമെന്ന് നിങ്ങൾ തന്നെ കണ്ടോ. അതെങ്ങനെയാടാ? ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ ക്ഷേത്രത്തില് വ്രതം നടക്കുന്ന ദിവസമാ. പുറത്താണെങ്കിൽ വീട് വീടാന്തരം കയറണം. അവിടെ ആവുമ്പോ എല്ലാവരും ഒരിടത്ത് തന്നെ ഉണ്ടാവും. കൂടാതെ കുറെ അധികം പെണ്ണുങ്ങളും ഉണ്ടാവും. നമ്മളൊന്ന് നല്ലപോലെ സംസാരിച്ചാൽ ആ വോട്ട് മൊത്തം നമ്മുടെ പെട്ടിയിൽ വീഴും. അത് ശരിയാ. പെണ്ണുങ്ങളെ നല്ലപോലെ ഒന്ന് ഡീൽ ചെയ്ത് കഴിഞ്ഞാ വിശ്വാസം കൊണ്ട് വോട്ട് കുറെ ചാടും. വണ്ടി എടുക്കടാ. ശരി. ഓഫീസിൽ നിന്നൊരു ഇമ്പോർട്ടന്റ് കോൾ ഉണ്ട്. താൻ വേണമെങ്കിൽ പെട്ടെന്ന് പോയി അമ്മയെ തൊഴുതിട്ട് വന്നോളൂ. നിങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഈ കോള് കുറച്ച് സമയം എടുക്കും. കുഴപ്പമില്ല കേട്ടോ, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം. അയ്യോ, കുറെ സമയം എടുക്കും. അവിടെ പൂജകളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. പ്ലീസ് ഡോണ്ട് മൈൻഡ്. ശരി ഏട്ടാ, സംസാരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വന്നേക്കണേ. ശരി. ഹലോ.
മോളെ വ്രതം ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഇരുന്നോ മോളെ. ഞാൻ എവിടെ നോക്കിയാലും കാണുന്നത് നിന്റെ മുഖമാ. അതങ്ങോട്ട് മറന്നു പോകാൻ എനിക്ക് പറ്റുന്നില്ല. നിന്നോടുള്ള ദേഷ്യം വേണ്ടെന്ന് വെക്കാനും എനിക്ക് കഴിയുന്നില്ല. എന്റെ മനസ്സിനെ അത് വല്ലാണ്ട് വേദനിപ്പിച്ചു അവനെ. നീ എന്റെ മുമ്പിൽ ഇങ്ങനെ കിടന്ന് കാല് പിടിക്കണം. എടാ ഒന്ന് പെട്ടെന്ന് പോടാ. ചടങ്ങൊക്കെ കഴിഞ്ഞു കഴിഞ്ഞോ ആളുകൾ അവരുടെ പാട്ടിന് പോവും.